ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഒട്ടുമിക്ക ഇലക്ട്രോണിക്സ് ഹോബിയിസ്റ്റുകളും നേരിടുന്ന ഒരു പ്രോബ്ലമാണ് ഇതുപോലെ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ട് വയറുകൾ ഇളകുകയോ അല്ലെങ്കിൽ ലൂസ് ആവുകയോ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വിട്ടുപോകാനുള്ള ചാൻസ്. എന്നാൽ ഈ ഒരു പ്രശ്നത്തെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കാലാകാലങ്ങളായിട്ട് ഉപയോഗിച്ച് പോകുന്ന ഒരു സംഗതിയാണ് ഹോട്ട് ഗ്ലൂ. അഥവാ നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഗ്ലൂ സ്റ്റിക്ക് ഉരുക്കി ഇതേപോലെ നമ്മൾ സെറ്റാക്കുന്നു. അപ്പം നമുക്ക് വിട്ടുപോകുന്ന ഒരു പേടിയും വേണ്ട. ഈ ഒരു സംഗതി നമ്മുടെ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ മാത്രമല്ല, പ്രോജക്റ്റ് ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി വിവിധ തരത്തിലുള്ള മെറ്റീരിയലുകൾ ബൈൻഡ് ചെയ്യാനും ഉപയോഗിക്കാറുണ്ട്. എന്നിരുന്നാലും ഇതുപോലെ വൈഡ് വെറൈറ്റി ആയിട്ടുള്ള ഗ്ലൂ സ്റ്റിക്ക് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഇതുപോലത്തെ ക്ലിയർ ആയിട്ടുള്ള ഗ്ലൂ സ്റ്റിക്കാണ്. എന്നാൽ ഇതുപോലെ പല നിറങ്ങളിലുള്ള ഗ്ലൂ സ്റ്റിക്കുകളും ഉണ്ട്. ഓരോന്നിനും ചില പ്രത്യേകതകളും ഉണ്ട്. എന്തെന്നറിയാൻ വിശദമായിട്ട് നമുക്ക് വീഡിയോ കാണാം. നമ്മളിന്ന് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഗ്ലൂ സ്റ്റിക്ക് ഇതുപോലെ ഗ്ലാസ് ടൈപ്പ് ഗ്ലൂ സ്റ്റിക്കാണ്, അതായത് ക്ലിയർ ആയിട്ടുള്ള. ഇതിൻ്റെ പ്രത്യേകത നോക്കുവാണെങ്കിൽ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഈഥൈൽ വിനൈൽ അസറ്റേറ്റ് എന്ന് പറയുന്ന പ്രത്യേകതരം പോളിമർ ഉപയോഗിച്ചിട്ടാണ്. അതേസമയം പ്ലാസ്റ്റിക്കിൻ്റെ റബ്ബറിൻ്റെ സ്വഭാവം ഇത് കാണിക്കും. അതുകൊണ്ട് തന്നെ നല്ല ഫ്ലെക്സിബിൾ ആണ്. ഉരുകി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒട്ടിയിരിക്കുകയും ചെയ്യും. അതുപോലെ അല്പം ഒന്ന് ചൂട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാനും സാധ്യമാണ്. ഇനി നമുക്ക് മറ്റൊരു കൂട്ടരെ പരിചയപ്പെടാം. ഇതാണ് യെല്ലോ ഗ്ലൂ സ്റ്റിക്ക്. ഇതിൻ്റെ പുറത്ത് റോക്ക് പവർ യെല്ലോ ഗ്ലൂ സ്റ്റിക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. പേര് പോലെ തന്നെ പാറ പോലെ ഉറച്ചതാണ്, മറ്റേത് പോലെ അത്ര ഫ്ലെക്സിബിൾ അല്ല. നമ്മൾ ഈ പറയുന്ന ഈഥൈൽ വിനൈൽ അസറ്റേറ്റിൻ്റെ കൂടെ പ്രത്യേക റെസീൻസും സിന്തറ്റിക് ആയിട്ടുള്ള റെസീൻ പൗഡറും ചേർത്തിട്ട് കുറച്ചും കൂടെ കാഠിന്യം കൂട്ടിയ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്നൊന്നും അങ്ങനെ ഉരുക്കിയെടുക്കാൻ പറ്റത്തില്ല, അതുപോലെ പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കാം. ഇനി ക്ലിയറിൻ്റെയും യെല്ലോയുടെയും നടുക്ക് നിൽക്കുന്ന ഒരു റേഞ്ചാണ് ഈ വൈറ്റ് ഗ്ലൂ സ്റ്റിക്ക്. പോളിമൈഡ് മെറ്റീരിയലാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്കുവാണെങ്കിൽ അല്പം കാഠിന്യമുണ്ട്, എന്നാൽ തീർത്തും അങ്ങ് മറ്റേതുപോലെ വടിയല്ല. ഈ ഒരു ടൈപ്പ് ഗ്ലൂ സ്റ്റിക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ തടി, പേപ്പർ, പ്ലൈവുഡ് തുടങ്ങിയവയാണ്. ഇതുകൂടാതെ പ്രോജക്റ്റിൻ്റെ ഫിനിഷിങ്ങിനായിട്ടും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇനിയാണ് ഒരു വെറൈറ്റി ഐറ്റം. പിടിച്ചോ, ബ്ലാക്ക് ഗ്ലൂ സ്റ്റിക്ക്. സാധാരണ രീതിയിൽ അങ്ങനെ കണ്ടുകിട്ടാൻ സാധ്യതയില്ലാത്തൊരു സാധനമാണിത്. ഈഥൈൽ വിനൈൽ അസറ്റേറ്റിൻ്റെ കൂടെ പ്രത്യേക രീതിയിൽ കാർബണും കൂടെ ഡോപ്പ് ചെയ്തിട്ടാണ് ഇത് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ഹൈ രീതിയിലുള്ള തെർമൽ ഇൻസുലേഷൻ ഉണ്ട്, അതുപോലെ ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ നൽകാൻ സാധിക്കും. ഹൈ വോൾട്ടേജ് സർക്യൂട്ടുകൾ, അതേപോലെ പ്രകാശം ഒട്ടും കടക്കേണ്ടാത്ത സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഈ പറയുന്ന ബ്ലാക്ക് ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഈ കാണിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്ലൂ സ്റ്റിക്ക് ഏതാണ്? എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള റെയർ ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് അറിവുകൾ ഇഷ്ടമാണെങ്കിൽ എന്തിനും മടിക്കണം, ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കുടിക്കുള്ളൂ.